ലാൽസലാം ദൃശ്യം 3 ഇതാ 200 കോടിയും കടന്ന് 210 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. 9-ാം ദിനവും ഈ ഒരു വെള്ളിയാഴ്ച സിനിമയ്ക്ക് അതിഗംഭീര തിരക്ക് തന്നെയാണ്. മണിക്കൂറിൽ 10,000-ത്തിനടുത്തുള്ള ടിക്കറ്റുകൾ 9,500 10,000 ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നു. സിനിമ ഗംഭീര തൂക്ക് തന്നെയാണ്. ഇന്നലെ സിനിമയുടെ കേരള അതേപോലെ തന്നെ ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 7,40,00,000 രൂപയാണ് ഇന്ത്യ കളക്ഷനായി വന്നത്. കേരളത്തിൽ നിന്ന് 5,74,00,000 രൂപ നേടാൻ കഴിഞ്ഞപ്പോൾ കർണാടകത്തിൽ നിന്ന് 59,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 52,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 36,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 19,00,000 രൂപയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. വർക്കിംഗ് ഡേയിലെ ഗംഭീര പ്രകടനമെന്ന് തന്നെ പറയാം. ഇന്നലെയും സിനിമയ്ക്ക് 12 കോടിയോളമാണ് വേൾഡ് വൈഡായിട്ട് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് സിനിമ 202-203 കോടിയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടെ എത്തി. ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 10 കോടിക്ക് മുകളിലുള്ള ആ ഒരു കളക്ഷൻ. ദൃശ്യം 3യുടെ കർണാടക കളക്ഷൻ തന്നെ 12,31,00,000 രൂപ കടന്നിരിക്കുകയാണ്. തമിഴ്നാട് കളക്ഷൻ 7 കോടിയും കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആന്ധ്ര തെലുങ്കാന കളക്ഷൻ 10 കോടിക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. കേരള കളക്ഷൻ ഇതുവരെ നമുക്ക് 8 ദിനത്തെ പുറത്ത് വരുമ്പോൾ 62,70,00,000 രൂപ, അതായത് ഏകദേശം 63 കോടി എന്ന് തന്നെ പറയാം. ഇന്നത്തോടെ അത് 70 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും 68-69 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുകയാണ്. ഈ ഒരു ദിവസവും സിനിമ ഞെട്ടിക്കുക തന്നെയാണ്. കാട്ടാളൻ, അതിരടി, കറുപ്പ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇവിടെ നിറഞ്ഞ സദസ്സിലോടുമ്പോൾ അതിൻ്റെയൊക്കെ അമരത്ത് നിന്ന് ചുക്കാൻ പിടിക്കുന്നത് ദൃശ്യം 3യും ലാലേട്ടനും തന്നെയാണ്. ഇന്നലെ 5,75,00,000 രൂപയ്ക്ക് മുകളിൽ നേടാമെങ്കിൽ ഇന്ന് 6 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതും ഉറപ്പാക്കപ്പെടുകയാണ്. അഡ്വാൻസ് സെയിൽ അതിഗംഭീരമായിരുന്നു ഇന്നും എന്ന് തന്നെ പറയാം. അതെ, 1,539 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,4 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,01,00,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ ഇന്നലെ സിനിമയുടെ കളക്ഷനായി വന്നത്. എന്തായാലും കൊടൂര തൂക്ക് തന്നെയാണ് ഈ സിനിമ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം. ലാൽസലാം.